നമസ്തേ. സംഘശതാബ്ദി വർഷത്തിൽ ലോകമൊട്ടാകെ രാമരാജ്യത്തിന്റെ പുനർസ്ഥാപനം നടക്കണം എന്ന മഹാസങ്കല്പത്തോടെ മീററ്റിലെ മഹാഭാരത കാലീന നഗരിയായ ഹസ്തിനപുരത്തിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കേന്ദ്ര ഗവേണിംഗ് കൗൺസിൽ യോഗം ആരംഭിച്ചു. മഹാകാലീന നഗരിയായ ഹസ്തിനപുരത്തിൽ ആരംഭിച്ച വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കേന്ദ്ര ഗവേണിംഗ് കൗൺസിലിൽ യോഗം ബ്രഹ്മനാഥം തുടർന്ന് സംഘം പ്രാർത്ഥനയ്ക്ക് ശേഷം ഭാരതമാതാവിന്റെ മുൻപിൽ ദീപപ്രജ്വലനം നടത്തി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ഭദ്രം കർണേഭിः ശൃണുയാമദേവാ ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാः സ്ഥിരൈരംഗൈസ്തുഷ്ടവാङ्मुषस्तनोभिर्व्यशेमहि देवहितं यदायुः. ഇന്ത്യയിൽ മാത്രമല്ല ലോകമൊട്ടാകെ മനുഷ്യധർമ്മത്തെ ആധാരമാക്കി രാമരാജ്യത്തിന്റെ പുനർസ്ഥാപനമാണ് നമ്മുടെ പരമലക്ഷ്യം. അയോധ്യയിൽ ശ്രീരാമക്ഷേത്ര നിർമ്മാണം ഒരു ഘട്ടം മാത്രമാണ്. യഥാർത്ഥ ലക്ഷ്യം ലോകമെമ്പാടും രാമരാജ്യം സ്ഥാപിക്കലാണെന്നും യോഗത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പരമപൂജ്യ സ്വാമി വിവേകാനന്ദജി മഹാരാജ് പറഞ്ഞു. ദുഷ്ടശക്തികൾ സംഘടിതമാകുമ്പോഴേക്കും ദൈവശക്തികളുടെ ഏകീകരണം അനിവാര്യമാകുന്നു. ഭഗവാൻ ശ്രീരാമന്റെ വനവാസകാലത്ത് ദുഷ്ടശക്തികൾ ഒന്നിച്ചിരുന്നതുപോലെ ഇന്നും അധർമ്മം ശക്തമായി നിലകൊള്ളുന്നു. അതിനാൽ ധർമ്മസ്ഥാപനത്തിനായി വൈദിക ചിന്താധാരയിൽ വിശ്വസിക്കുന്നവർ ഒന്നിച്ചു നിൽക്കേണ്ടത്. ഹസ്തിനപുരത്തിൽ നിന്ന് പാഞ്ചജന്യത്തിന്റെ യുദ്ധനാദം മുഴങ്ങിയാൽ അസുരശക്തികൾ വീണ്ടും ഭീതിയിലാകും. ഈ പുണ്യഭൂമി ധർമ്മസ്ഥാപനത്തിന്റെയും അധർമ്മ നാശത്തിന്റെയും സന്ദേശത്തിന് സാക്ഷിയായ ഭൂമിയാണ്. അതേ ചരിത്ര പ്രാധാന്യമുള്ള മണ്ണിൽ ഇന്ന് രാജ്യത്തിനകത്തും പുറത്തുമുള്ള വൈദിക ധർമാനുയായികൾ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ അസുരശക്തികളുടെ അന്ത്യം സാധ്യമാക്കുന്ന ശക്തിയായി ഇവർ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. RSS സ്ഥാപകൻ ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാറിനെ സ്മരിച്ചുകൊണ്ട് സ്വാമി വിവേകാനന്ദജി മഹാരാജ് പറഞ്ഞു. ധർമ്മസ്ഥാപനത്തിനായി സംഘം രൂപീകരിക്കപ്പെട്ടപ്പോൾ ഒരു വിദേശ പത്രപ്രവർത്തകൻ ഇനി ലോകം അപകടത്തിലാണ് എന്ന് എഴുതിയിരുന്നു എന്നാണ്. കാരണം വൈദിക ധർമ്മത്തെ അനുസരിക്കുന്ന ശക്തികൾ സംഘടിതമാവുകയായിരുന്നു എന്നതാണ്. ഇപ്പോൾ സംഘത്തിന്റെ ശതാബ്ദി വർഷമാണ്. ദൈവിക ശക്തികളുടെ സംഘം സ്വാഭാവികമായി അസുരശക്തികൾക്ക് ഭീതിയാകുന്നു. അധർമ്മത്തെ നശിപ്പിക്കാൻ ഇന്ന് ബാലരൂപത്തിലുള്ള കൃഷ്ണനെയല്ല, സുദർശനധാരിയായ ശ്രീകൃഷ്ണനെയാണ് ആവശ്യം. അധർമ്മത്തെ നശിപ്പിച്ച് ധർമ്മസ്ഥാപനത്തിനുള്ള പാത ഹസ്തിനപുരത്തിൽ നിന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ തെളിയിച്ചു തന്നതെന്നും സംഘത്തിന്റെ ശതാബ്ദി വർഷത്തിൽ ഈ മഹാസങ്കല്പത്തോടുകൂടിയാണ് പ്രന്യാസി മണ്ഡലയോഗം ആരംഭിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യൻ സംസ്കാരത്തിൽ ആദ്യകാലം മുതൽ വൈദിക പാരമ്പര്യം നിലനിൽക്കുന്നു. സനാതന ജൈന ബൗദ്ധ വൈദിക പരമ്പരകളുടെ ഉത്ഭവവും ഇന്ത്യയിലാണ്. ജൈന ബൗദ്ധ വൈദിക പരമ്പരകളുടെ ചരിത്രവുമായി ഹസ്തിനപുരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ജൈന പരമ്പരയിലെ ആദ്യ തീർത്ഥങ്കരനായ ഭഗവാൻ ആദിനാഥൻ അയോധ്യയിൽ നിന്ന് ഹസ്തിനപുരത്തിലേക്ക് എത്തി അവിടുത്തെ രാജാവ് ശ്രേയാംസനിൽ നിന്ന് ആദ്യ ആഹാരം സ്വീകരിച്ചു. ലോകക്ഷേമത്തിനായി പ്രവർത്തിച്ച ആദിനാഥനെ പോലെ ഇന്ന് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകരും അതേ ദൗത്യം നിർവഹിക്കുകയാണെന്നും യോഗത്തിൽ പ്രഭാഷണം നടത്തിയ സ്വാമി രവീന്ദ്ര തീർത്ഥജി മഹാരാജ് പറഞ്ഞു. കഴിഞ്ഞ 61 വർഷങ്ങളായി ലോകമെമ്പാടും സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം എന്നിവിടങ്ങളിൽ ഉണ്ടായിരുന്ന അസുരശക്തികൾ ഇന്നും നിലനിൽക്കുന്നു. എന്നാൽ ഇന്ന് അവരുടെ രൂപം മാറിയിരിക്കുന്നു. ഇന്ന് അസുരശക്തികൾ സംഘടിതമാണ്. നിദ്രാവസ്ഥയിലിരിക്കുന്ന നമ്മുടെ ദേവസേനയെ ഉണർത്തേണ്ടത് അനിവാര്യമാണ്. സന്യാസിമാരുടെ അനുഗ്രഹത്തോടെ അസുരശക്തികളുടെ മേൽ വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നും യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കേന്ദ്ര ജനറൽ സെക്രട്ടറി ബജ്രംഗ് ബാഗ്ദാജി പറഞ്ഞു. കുടുംബങ്ങളിൽ സാംസ്കാരിക അധപതനം മൂലം ശ്രദ്ധാബോധം കുറയുന്നുണ്ടെന്നും കുടുംബ സംസ്കാരം മെച്ചപ്പെടുത്താൻ വിവിധ പദ്ധതികൾ സംഘടനകൾ നടപ്പാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തിലെ പല സംസ്കാരങ്ങളും നശിച്ചു പോയെങ്കിലും സനാതനധർമ്മം കുടുംബ വ്യവസ്ഥ കാരണം ഇന്നും നിലനിൽക്കുന്നു. സംസ്കാരങ്ങളുടെ ക്ഷയം കുടുംബ വിഭജനത്തിലേക്ക് നയിക്കുമെന്നും ഈ ദിശയിൽ സംഘടന നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഫലം ഉടൻ സമൂഹത്തിൽ കാണാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷ ചിന്താധാര കടുത്ത നിലപാടുകൾ ഉപേക്ഷിച്ച് ഉത്തരവാദിത്തത്തിന്റെ മുഖം ധരിച്ച് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ഇന്ത്യൻ സംസ്കാരവും സംസ്കാര ബോധവും സംരക്ഷിക്കുകയാണ് നമ്മുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. രാമക്ഷേത്ര പ്രസ്ഥാനത്തിൽ നിന്ന് പ്രാണപ്രതിഷ്ഠയും ധ്വജാരോഹണവും വരെ സമൂഹം നൽകിയ അനുഗ്രഹം അദ്ദേഹം സ്മരിച്ചു. മധുര കാശി വിഷയങ്ങൾ ശരിയായ ദിശയിൽ
മുന്നേറുകയാണെന്നും രാമക്ഷേത്രം പോലെ സന്യാസിമാരുടെ അനുഗ്രഹത്തോടെ മധുരയിലും കാശിയിലും നമ്മൾ വിജയം കൈവരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വർഷം വന്ദേ മാതരം എന്ന ഗാനത്തിന്റെ 150-ാം വാർഷികമാണെന്നും അനേകം വീരന്മാർക്ക് പ്രചോദനമായ ഈ ഗാനം സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്ക് വഹിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഹിന്ദു ഭൂരിപക്ഷം ഒരിക്കലും ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിച്ചിട്ടില്ലെന്നും എന്നാൽ ഇന്ന് ന്യൂനപക്ഷാവകാശങ്ങളുടെ ദുരുപയോഗം നടക്കുന്നതിനാൽ ന്യൂനപക്ഷത്തിന്റെ നിർവചനം പുനർപരിശോധിക്കേണ്ട സമയമായിട്ടുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംഘത്തിന്റെ 100 വർഷത്തെ ജാഗരണത്തെ എങ്ങനെ കൂടുതൽ വ്യാപിപ്പിക്കാമെന്നതിനെക്കുറിച്ചും മധുര കാശി പോലുള്ള പ്രാചീന ഹൈന്ദവ കേന്ദ്രങ്ങളിൽ സമൂഹത്തെ ഏകോപിപ്പിച്ച് സംയുക്ത ചർച്ചകളിലൂടെ തീരുമാനങ്ങൾ എടുക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സംഘടനയുടെ 1 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഈ വർഷം 2,63,467 ഗോമാതാക്കളെ രക്ഷപ്പെടുത്തി. 21,467 പേരെ സ്വധർമ്മത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. 3,49,927 പേരെ മതപരിവർത്തനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. 11,064 യുവാക്കൾക്ക് തൊഴിൽ നൽകി. തൃശൂൽ ദീക്ഷയിലൂടെ 1,00,000-ലധികം യുവാക്കളെ സംഘടനയുമായി ബന്ധിപ്പിച്ചു എന്നും കേന്ദ്ര ജനറൽ സെക്രട്ടറി പറഞ്ഞു. ഉദ്ഘാടന സമ്മേളനത്തിൽ വേദിയിൽ പരമപൂജ്യ സ്വാമി വിവേകാനന്ദജി മഹാരാജ്, പൂജ്യ സ്വാമി രവീന്ദ്ര കീർത്തജി മഹാരാജ്, കേന്ദ്ര അധ്യക്ഷൻ അലോക് കുമാർജി, കേന്ദ്ര ഉപാധ്യക്ഷനും ശ്രീരാമ തീർത്ഥാന്യാസ മേഖലാ മഹാമന്ത്രിയുമായ ചമ്പത് റായ്ജി, കേന്ദ്ര ഉപാധ്യക്ഷന്മാരായ സുനിൽജി, മോഹൻ മങ് നാദാജി, ഡോക്ടർ വിജയലക്ഷ്മി, ഓം പ്രകാശ് സിംഗാൾജി, കേന്ദ്ര ജനറൽ സെക്രട്ടറി ബജ്രംഗ്ലാൽ ബാഗ്ദാജി, കേന്ദ്ര സംഘടനാ സെക്രട്ടറി മിലിന്ദ് പരാണ്ടേജി, കേന്ദ്ര ഖജാൻജി രമേശ് ഗുപ്തജി, മനോജ് അറോറാജി, ദീപക് രാജ് ഗോയൽജി, കൂടാതെ മീററ്റ് പ്രാന്ത് അധ്യക്ഷൻ ചൗധരി അമൻ സിംഗ് ജി, പ്രാന്ത് സെക്രട്ടറി രാജ്കുമാർജി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വിശ്വ ഹിന്ദു പരിഷത്ത് ദേശീയ ബൈഠക്കിൽ അന്താരാഷ്ട്ര സെക്രട്ടറി ജനറൽ ബജ്രംഗ്ലാൽ ബാഗ്രാജി, അന്താരാഷ്ട്ര സംഘടനാ സെക്രട്ടറി മിലിന്ദ് പരാണ്ഡെ, ജോയിന്റ് ജനറൽ സെക്രട്ടറി ജി സ്ഥാണുമാലൻ എന്നിവർ പ്രസംഗിച്ചു. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ ഹസ്തിനപുരയിലെ ജംബു ദ്വീപിലാണ് 5 ദിവസം നീണ്ടു നിൽക്കുന്ന ദേശീയ ഗവേണിംഗ് കൗൺസിലും ദേശീയ ബൈഠക്കും നടക്കുന്നത്. ഭാരതത്തിനകത്തു നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള 400-ൽ പരം പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. കേരളത്തിൽ നിന്നും സംഘടനാ സെക്രട്ടറി KR കണ്ണൻ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. ഉദ്ഘാടന സമ്മേളനത്തിന് മുമ്പായി എത്തിയ കേന്ദ്ര ഗവേണിംഗ് കൗൺസിൽ പ്രതിനിധികളെ ദിഗംബര ജൈന ക്ഷേത്രം ജംബു ദ്വീപ് പരിസരത്ത് വെച്ച് തലപ്പാവും അംഗവസ്ത്രവും അണിയിച്ച് മേളഘോഷത്തോടെ പുഷ്പവർഷയം നടത്തി ഭവ്യമായി സ്വീകരിച്ചു. കേന്ദ്രമന്ത്രി ദിനേശ് ഉപാധ്യായ, പ്രാന്ത സംഘടനാ സെക്രട്ടറി അരുൺ കുമാർ, പ്രാന്ത സെക്രട്ടറി രാജ്കുമാർ ഡ്യൂംഗർ, വ്യവസ്ഥാ പ്രമുഖൻ പ്രേം കുമാർ, സഹപ്രമുഖ് നിവേശ് വശിഷ്ഠ് എന്നിവർ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. കേന്ദ്ര ഗവേണിംഗ് കൗൺസിലിൽ യോഗത്തിന് മുന്നോടിയായി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സുരക്ഷാ വ്യവസ്ഥാ ട്രോളി പ്രവർത്തകർ പ്രവേശന കവാടം മുതൽ യോഗ മണ്ഡപം വരെ 100 കണക്കിന് കുങ്കുമ ധ്വജങ്ങളാൽ അലങ്കരിച്ച് പരിസരം മുഴുവൻ കുങ്കുമമയമായി.